ആരെങ്കിലും ഒരെണ്ണം വലിക്കാടാ. വേണ്ട വേണ്ട വേണ്ട, ഒരാൾ വലിച്ചാ മതി. ചേടാ എവളിത് എവിടുന്ന് വന്ന പോലെടാ? 4 സുന്ദര കുട്ടപ്പന്മാർ ഇവിടെ നിരന്ന് നിന്നിട്ട് ഒന്ന് മൈൻഡെങ്കിലും ചെയ്യണ്ടേ? മഹാദേവ, നമുക്ക് ഈ തള്ളയെ കറക്കിയെടുത്താലോ? ആ, നീ കറക്കിയെടുത്തോ. ഇവനാവുമ്പോ നല്ല മാച്ച് ആയിരിക്കും. ഞങ്ങൾ അവളെ തന്നെ കറക്കിയെടുത്തോളാം. പറയുന്നത് മുഴുവൻ അങ്ങോട്ട് കേക്കടാ. അവളെ വീഴ്ത്താൻ ഏറ്റവും നല്ല വഴി അവളുടെ മുത്തശ്ശിയാ. മുത്തശ്ശി നമ്മുടെ ആളായി കഴിഞ്ഞാ പിന്നെ നമുക്ക് അവിടെ നിന്ന് എന്ത് സാധിക്കാം? ആ ഏത് തള്ളമാരെയും വീഴ്ത്താൻ പറ്റിയ ഒരു നമ്പർ എന്റെ കയ്യിലുണ്ട്. എന്താന്ന് വെച്ചാ പറയടാ. ആ, മുത്തശ്ശി എന്ന് വിളിച്ച് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നു. മുത്തശ്ശിക്ക് നമ്മുടെ ചത്തുപോയ മുത്തശ്ശിയുടെ അതേ ചായയാണെന്ന് അങ്ങോട്ട് കാച്ചുന്നു. അതിനവര് ചായയും കാച്ചിക്കൊണ്ട് വന്നല്ലേ പറ്റൂ. ചായയാ? ചളവാക്കാതെ പോടേ. നീ പറ. എടാ, നിങ്ങൾ ഉദ്ദേശിക്കണ പോലെ വിഷമമുള്ള കാര്യമല്ലേ ഇത്. നീ ഒറ്റയ്ക്ക് പോയാ എനിക്ക് പറ്റില്ല. ഞാൻ പറയുന്നത് ആരും ഒറ്റയ്ക്ക് പോയാൽ ശരിയാവൂല. പോകുമ്പോ നമ്മൾ എല്ലാരും കൂടെ ഒന്നിച്ച് പോകണം. എന്നാ പിന്നെ നീ പോകും. അതാണ് ഞാൻ പറഞ്ഞത്, ഒന്നിച്ച് പോയ കാര്യം എളുപ്പം നടക്കും. ഇത് ഒറ്റയ്ക്ക് ഒന്നും മിണ്ടാതിരിക്കടാ. എന്നെ ഇവനെ ഇന്നലെ രാത്രിയിലെ ബഹളത്തിന് അവര് കണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളെ തിരിച്ചറിഞ്ഞാൽ കംപ്ലീറ്റ് പോയില്ലേ. ഇപ്പൊ ആ തള്ള തനിച്ചേ ഉള്ളൂ. ആരേലും വരുന്നതിന് മുമ്പ് അവരെ അടി ചോദിക്ക് ചാക്കി കയറണം. നിനക്കതിനുള്ള കഴിവുണ്ട്. നീ പോയാ മതി. അയ്യോ എന്റെ ദൈവമേ. ചെല്ലടാ. ഒന്നൂടടി. ഞെക്കിപ്പിടി. അവന് വെട്ടുകൊണ്ട് കാണുമോ? എന്റെ അമ്മ തള്ളക്ക് ഭ്രാന്താടാ. നീ അവിടെ കിടന്നെങ്കിൽ എല്ലാവരും വിളിച്ചെന്നിന് ആളുകൾ വല്ല ഓടിക്കൂടിയിരുന്നെങ്കിൽ നമ്മുടെ അഭിമാനം എന്താവുമായിരുന്നു? നിനക്ക് അഭിമാനമാണല്ലേ പ്രശ്നം. ആ തള്ളയുടെ വെട്ടങ്ങാൻ എന്റെ നെഞ്ചത്ത് കൊണ്ടിരുന്നെങ്കിലാ. കൊണ്ടില്ലല്ലോ. കൊണ്ടിരുന്നേ കാണായിരുന്നു. എന്ത് കാണായിരുന്നു? എന്റെ നെഞ്ചത്ത് വെട്ടുകൊള്ളതാ. അല്ലല്ല. നീ ഇപ്പൊ ചൂടാന്ന് എന്തിനാ? നീ തന്നെയല്ലേ പറഞ്ഞു നിന്റെ മുത്തശ്ശിയാണ് വളച്ച വളയുമെന്നൊക്കെ. അങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ച് ഒരാപത്ത് ഒരു മോടിക്കളയാവോ? എടാ, അതൊരു ആപത്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവണ്ടേ? നീ അവരെ വളയ്ക്കാണെന്നല്ലേ ഞങ്ങൾ വിചാരിച്ചത്. പോടാ ചതിയന്മാരെ തെണ്ടികളെ. ഗോവിന്ദൻകുട്ടി, ഇനി എന്തായാലും നമ്മൾ പിന്മാറുന്ന പ്രശ്നമില്ല. അവൾ ഈ നാട്ടിൽ കാല് കുത്തി അന്ന് മുതൽ അവള് നമ്മുടേതായി. ഇനി അവളെ വിവാഹം കഴിക്കുന്നത് നമ്മൾ തന്നെ ആയിരിക്കും. നമ്മളോ? നമ്മള് 3-4 പേരില്ലടാ. അതിനെന്താ? പഞ്ചപാണ്ഡവന്മാർ 4 പേരും കൂടിയല്ലേ പണ്ട് ദമയന്തിയെ കെട്ടിയത്? ദമയന്തി അല്ലടാ, കുന്തി. കുന്തിയെങ്കിൽ കുന്തി കെട്ടിയല്ലോ. അതേപോലെ എവളും ചെയ്യട്ടെ അല്ലേ മഹാദേവ? ഓടാ. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളെ 4 പേരെയും കൂടെ കെട്ടാല്ല, ആരെങ്കിലും ഒരാളെ. ആ ഒരാൾ ആരാണെന്ന് പറ. നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ അത് ഞാൻ ഏറ്റു. അയ്യടാ, നീ അങ്ങനെ തനിച്ച് ബുദ്ധിമുട്ടണ്ട. ഞങ്ങളൊക്കെ ബുദ്ധിമുട്ടാൻ തയ്യാറാണ്. അത് തന്നെ. നമ്മളെ വെട്ടിച്ച് ഒരു 5-ാമൻ അവളെ കൊണ്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് എപ്പോഴും അവളുടെ മേലൊരു കണ്ണു വേണം. ഒരു കണ്ണോ? അതിനുവേണ്ടി ഈ 2 കണ്ണുകളും ദാനം ചെയ്തിരിക്കുന്നു. അയ്യാ, ഈ പണ്ടാരം പിടിച്ച നാട്ടിൽ ഇനി ഞാനില്ല. ഇതെന്തത് കൊള്ളക്കാര നാടാ? രാത്രി വന്നത് പോട്ടേന്ന് വെക്കാം. ഇതിപ്പോ പട്ടാ പകലല്ലേ വന്നത്? തല്ലി കൊന്ന് ചാക്കില് കെട്ടാൻ. എന്താ മുത്തശ്ശി, എന്തിനാ പെട്ടിയിലൊക്കെ എടുത്തു വെക്കുന്നത്? എനിക്കേ എന്റെ ജീവനെ കൊണ്ട് എങ്ങനെയെങ്കിലും എന്റെ നാട്ടിലെത്തിയാ മതി. എന്താ മുത്തശ്ശി, കാര്യം പറ. ഓ, ഇപ്പൊ കാര്യം പറയാത്ത കുഴപ്പമുള്ളോ? മുത്തശ്ശ, എന്താ മുത്തശ്ശ, എന്താ ഉണ്ടായേ? അവളെ ആരോ കൊല്ലാൻ വരണമാര് തോന്നിയെന്ന്. തോന്നിന്നാ? അപ്പൊ അവൻ എന്നെ കൊല്ലാൻ വന്നതല്ലാന്നാ പറയുന്നത്. സത്യം പറയാമല്ലോ, നിന്നെ കണ്ടാൽ ആർക്കും ഒന്ന് കൊല്ലണമെന്ന് തോന്നും. ഈ എനിക്ക് തന്നെ ഒരുപാട് പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. മനുഷ്യനെ
എടി കൊല്ലാൻ വന്നവനാണെങ്കിൽ പിന്നെ കൊല്ലാതെ തിരിച്ചു പോകും. അതെന്റെ മിടുക്ക്. അവന്റെ കൂമ്പ് ഞാൻ ചവിട്ടി കലക്കിയില്ലേ. ആരുടെ? എന്റെ പൊന്നു മോളെ, ഈ മുത്തച്ഛി പറയാൻ നീ ഒന്ന് കേക്ക്. ഈ നാട് ശരിയല്ല, നമുക്ക് തിരിച്ചു പോവാ. എന്താ മുത്തശ്ശി പറയണേ? തിരിച്ചു പോവാന്നോ? അപ്പൊ സേതുവേട്ടനെ പറ്റി അന്വേഷിക്കണ്ടേ? അറിയണ്ടേ? സേതുമാധവനെ പറ്റി അന്വേഷിക്കണ്ടെന്ന് അറിയണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? കണ്ണൂര് ഈ നാടും തമ്മിൽ അത്ര വലിയ ദൂരമൊന്നുമില്ലല്ലോ. നമുക്ക് അവിടെ നിന്നുകൊണ്ട് അന്വേഷിക്കാം. പോരാ, സേതുവേട്ടനെ പറ്റി എന്തെങ്കിലും അറിയണമെങ്കിൽ നമ്മൾ ഈ നാട്ടിൽ തന്നെ നിൽക്കണം. മുത്തശ്ശിക്ക് ഇനി പേടിണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തോളൂ, മുത്തശ്ശനെയും കൂട്ടി പൊക്കോളൂ. എനിക്കിവിടെ ആരും കൂട്ട് വേണമെന്നില്ല. എന്റെ ഏട്ടനെ പറ്റി അറിയേണ്ടതൊക്കെ അറിയാതെ ഞാൻ ഇവിടുന്ന് മടങ്ങുന്ന പ്രശ്നമില്ല. എന്റെ സേതുമാധവ, നീ എന്തിനാ ഈ നാട്ടിൽ വന്ന് താമസേ? മനുഷ്യര് തീ തീറ്റിക്കാനോ? നീ അവിടെ ഉണ്ടോ നോക്കി. നീ ഇത് വഴി നോക്ക്. അവിടെ എന്തെങ്കിലും വിളിക്കണം. സോറി. താങ്ക്സ്. എന്തോ സംസാരിച്ചു. അവളെന്താ പറഞ്ഞത്? അവളെന്താ പറഞ്ഞതെന്ന്? ഐ ലവ് യു. എക്സ്ക്യൂസ് മീ, ഈ പുസ്തകം ആരാ എടുത്തിരിക്കുന്നതെന്ന് എനിക്കൊന്ന് അറിയാൻ പറ്റുമോ? എന്ത് ചെയ്യാം? പോയി നോക്കാം. ഇതൊരു സേതുമാധവന്റെ പേരിലുള്ളതാ. എന്താ? ഞാൻ സേതുമാധവന്റെ സിസ്റ്ററാ. പേര് മായ. ഏട്ടൻ മരിച്ചുപോയി. അതുകൊണ്ട് മെമ്പർഷിപ്പ് ക്ലോസ് ചെയ്യാൻ എന്താ വേണ്ടത്? കുട്ടി തന്നെ ഒരു റിക്വസ്റ്റ് എഴുതി തന്നാ മതി. പിന്നെ എനിക്ക് ഈ സേതുമാധവന്റെ കൂട്ടുകാരെ ആരെങ്കിലും ഇവിടുന്ന് കാണാൻ പറ്റുമോ? അതിന് ഈ സേതുമാധവനെ തന്നെ എനിക്ക് പരിചയമില്ലല്ലോ, പിന്നെങ്ങനാ? ഇതാളുടെ ഫോട്ടോ. വെളുത്ത് നല്ല ഉയരം ഉണ്ടായിട്ടാ. ധാരാളം വായിക്കുമായിരുന്നു. പിന്നെ ബോംബെ യൂണിവേഴ്സിറ്റിയിലെ ബോക്സിംഗ് ചാമ്പ്യനൊക്കെ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ക്ലബിലൊന്ന് അന്വേഷിച്ചു നോക്ക്. ചിലപ്പോ അവിടെ ആരെങ്കിലും പരിചയക്കാർ കാണും. ശരി. ആ ബോക്സിംഗ് ചത്തുപോയത് ഒരേ കണക്കിന് നന്നായി. ഒന്നുമില്ലേ, ധൈര്യമായിട്ട് അവളുടെ പുറകെ നടക്കാമല്ലോ. എനിക്കൊരു ഐഡിയ. എന്താ? അവളുടെ ചത്തുപോയ ചേട്ടന്റെ കൂട്ടുകാര് നമ്മളാണെന്ന് അങ്ങോട്ട് കാച്ചിയാലോ? വേണ്ട വേണ്ട, നീ ഇന്നലെ ഒരു കാച്ചിന്റെ ക്ഷീണവും കിതപ്പൊന്നും ഇതുവരെ വിട്ട് മാറിയിട്ടില്ല. മഹാദേവ, നമ്മുടെ കയ്യിൽ ഗ്ലാമർ ഉണ്ട്, അത് വെച്ച് നമ്മൾ അവൾ വീഴ്ത്തുന്നു. അല്ലാതെ അവന്റെ പെരട്ട തലേന്ന് വരുന്ന ഐഡിയ ഒന്നും നമുക്ക് വേണ്ട. എന്തായാലും ഉള്ള പേര് കൊള്ളാം, മായ. മായ? മായ മഹാദേവൻ? എന്താ എന്താ എന്താ? അല്ല, ഞാനൊന്ന് പറഞ്ഞു നോക്കുകയായിരുന്നു. മായ മഹാദേവൻ, നല്ല ചേർച്ച ഉണ്ടല്ലേ? ചേർച്ച നിനക്ക് മാത്രമല്ല, മായ അപ്പുക്കുട്ടൻ എന്ന് പറഞ്ഞാലും ചേരും. മായ ഗോവിന്ദൻകുട്ടി എന്താ മോശമാണോ? മായ തോമസ് കുട്ടിയോ? അയ്യടാ, അത് വേണ്ട. ഞങ്ങൾ ഹിന്ദുക്കളൊക്കെ ചത്തൊടുങ്ങിട്ട് മതി കണ്ട ക്രിസ്ത്യാനിയോടൊക്കെ പുറകെ പോകാൻ. അല്ലേ മഹാദേവൻ നായരെ? അത് നോക്കി, അവളുടെ വണ്ടിയല്ലേ ഒരുത്തൻ കാറ്റൂട്ടി വിടണണ്ട. ഏതാടാ ഈ പിശാച്? പിശാചല്ലടാ, ദൈവദൂതൻ. ഇവനെ വെച്ച് നമുക്കൊരു കളി കളിക്കാം. വാ. എന്താ? കാറ്റ് കുത്തിവിടുന്ന ചേട്ടന്റെ ഒരു ഹോബിയാണല്ലേ? അത് ചോദിക്കാൻ നീ ആരാടാ? എടാ പന്നി, തെണ്ടിത്തരം കാണിച്ചിട്ട് ഇന്ന് ഷൈൻ ചെയ്യുന്നു. ചോദിക്കാനും പറയാനോ ആളില്ലെന്ന് വിചാരിച്ചു അവനൊക്കെ.
ചോദിക്കാനും പറയാനും ഒക്കെ ഇവിടെ ആളുണ്ട്. പക്ഷെ കാണാനും കേൾക്കാനും ആള് വേണ്ടേ? അതെ, കാണാനും കേൾക്കാനൊക്കെ ഉള്ളേ. അവളിങ്ങോട്ട് വന്നേക്കട്ടാ. അവളെ മുമ്പിൽ വെച്ച് നമുക്ക് ചോദിക്കാം. ആ വരുന്നുണ്ട്. ഇനി തുടങ്ങിക്കോ. ഇങ്ങനെ എടുക്ക. ഞാൻ തന്നെ തുടങ്ങി. അയ്യോ, നമ്മുടെ നീ കാറ്റ് കുത്തി വിടുവല്ലേടാ? ഞങ്ങളൊക്കെ കാറ്റുള്ളാടാ. ഇങ്ങോട്ടുണ്ട്. ഞാൻ ഇതുവരെ അടിച്ചിട്ടില്ല. ഇങ്ങോട്ടാ. 2 വീലിലും കാറ്റ് ഊതി നിറച്ചിട്ട് നീ പറയാ മതി. അവനെ ഊതിരാ. ഊതടാ. നീ ഊതാനല്ലേ പറഞ്ഞത്? കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾ വണ്ടി കൊണ്ടുവന്ന് വെക്കുമ്പം അതിന്റെ കാറ്റ് തുറന്നു വിടുന്നത് ഇവന്റെയൊക്കെ സ്ഥിരം തൊഴിലാ. ഞാൻ ഊതടാ. ഊതിക്കടാ. തിരിഞ്ഞു നോക്കാണ്ട് ഊതടാ നീ. ഇയാള് വണ്ടിയുടെ കാറ്റൂരി വിട്ടു. ഞങ്ങള് കണ്ടില്ലായിരുന്നെങ്കിൽ. ഒന്ന് മാറിയേ, കുട്ടി ആളെ ഒന്ന് കാണട്ടെ. അയ്യോ, അപ്പൊ ഇതാരുടെ വണ്ടി? തോമസ് കുട്ടി വിട്ടോടാ.